ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മാരുതി 800ന്റെ മൈലേജ് ടെസ്റ്റ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ഡ്രൈവിംഗ് ഫീൽഡിൽ ഏതൊരാളുടെയും ബിഗിനർ വണ്ടിയാണ് മാരുതി 800. മിക്കവരും ഡ്രൈവിംഗ് പഠിച്ചത് ഈ ഒരു വാഹനത്തിലാണ്. വണ്ടി ഇല്ലാത്ത സമയത്ത് ഈ വാഹനം റോഡിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇതൊന്ന് ഓടിക്കാൻ കിട്ടിയിരുന്നു എങ്കിൽ. പെട്രോൾ അടിക്കുക, കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യുക, ഓടിക്കുക. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഈ വാഹനം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പെട്രോൾ ടാങ്ക് പറ്റിച്ച് കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചല്ല ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് വഴിയെ പറഞ്ഞുതരാം. ഈ മാരുതി 800 കാർബുറേറ്റർ എഞ്ചിനാണ്. അപ്പോൾ കാർബുറേറ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്രോൾ ഒരു കുപ്പിയിൽ കൊടുത്താണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പൈപ്പാണ് ടാങ്കിൽ നിന്ന് പെട്രോൾ എഞ്ചിനിലേക്ക് എത്തിക്കുന്ന പൈപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കുപ്പി. ഈ കുപ്പിയിൽ 2 ഹോസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വണ്ണമുള്ള ഹോസും ഒരു ചെറിയ ഹോസും. ഇതിൽ വണ്ണമുള്ള ഹോസ് ഇൻലെറ്റ് ആണ്. ചെറിയ ഹോസ് കാർബുറേറ്ററിൽ നിന്ന് റിട്ടേൺ വരുന്ന പെട്രോൾ കളക്ട് ചെയ്യാനുള്ളതാണ്. ഇൻലെറ്റ് ഹോസ് കുപ്പിയുടെ അടിഭാഗം വരെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റിട്ടേൺ പൈപ്പ് തൊട്ട് മുകളിൽ വരെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇൻലെറ്റ് ഹോസ് ഡിസ്കണക്ട് ചെയ്യാം. അതിനായിട്ട് ആ ക്ലിപ്പ് മാറ്റിയതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്. കാർബറേറ്ററിൽ എണ്ണ വറ്റിക്കാം. അതുകൊണ്ട് ഇൻലെറ്റ് ഹോസ് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വെറുതെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബറേറ്ററിനുള്ളിലെ പെട്രോൾ ബേൺ ആയിക്കോളും. അങ്ങനെ കാർബറേറ്ററിലെ എണ്ണ വറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് റിട്ടേൺ പൈപ്പ് ഡിസ്കണക്ട് ചെയ്തിടാം. ഇനി നമുക്ക് എക്സ്ട്രാ എടുത്തു വെച്ച പെട്രോൾ ട്യൂബ് കണക്ട് ചെയ്യാം. അതായത് പെട്രോൾ ഒഴിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ബോട്ടിൽ എടുത്ത് വെച്ചായിരുന്നല്ലോ, അത് നമുക്ക് ഈ ഒരു കാർബറേറ്ററിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ വണ്ണമുള്ള ഹോസ് ഇൻലെറ്റ് ആയിട്ടും അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞ ഹോസ് റിട്ടേണിലും കണക്ട് ചെയ്യുക. ഇനി അത് ഇതുപോലെ വാഹനത്തിന്റെ സൈഡിലേക്ക് എടുത്തിട്ട് വാഹനത്തിന്റെ ഉള്ളിലേക്ക് വെക്കുക. ഇനി ബോണറ്റ് അടയ്ക്കുമ്പോൾ ഈ ഹോസ് നൈസായിട്ട് ഇതുപോലെ ഒതുക്കി വെക്കുക. എന്നിട്ട് ഇതിനുള്ളിൽ ഈ കുപ്പി ഒരു സ്ഥലത്ത് കെട്ടി വെക്കുക. ഞാൻ തന്നെ ഉള്ളത് കൊണ്ടാണ് കെട്ടി വെക്കുന്നത്. മറ്റൊരാളുണ്ടായിരുന്നെങ്കിൽ ആ കുപ്പി പിടിച്ചാൽ മതിയായിരുന്നു. ഇതിനെല്ലാം മുമ്പ് പെട്രോൾ ആ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇവിടെ നമ്മൾ 500 ml ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ആ കുപ്പി 650 ml ആണ്. 500 ml എത്ര ദൂരം ഓടുമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതേ *2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്ററിൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മെഷറിംഗ് കപ്പിൽ 500 ml പെട്രോൾ അളന്നെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കറക്റ്റ് 500 ml ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുപ്പി വാഹനത്തിൽ സൈഡിൽ കെട്ടിത്തൂക്കിയിടാം. ഓക്കെ, പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററിലെ എണ്ണ വറ്റിച്ചുകൊണ്ട് ആദ്യത്തെ അടിക്ക് സ്റ്റാർട്ട് ആവില്ല. ഓക്കെ, നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞപ്പോൾ കുപ്പിയിൽ നിന്ന് നല്ലതുപോലെ പെട്രോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം കാർബറേറ്ററിലേക്ക് നമ്മുടെ വാഹനം പെട്രോൾ വലിച്ചെടുത്തു. അതുപോലെ തന്നെ ആ ഒരു ലൈനിലും പെട്രോൾ ഉണ്ടല്ലോ. പെട്രോൾ റിട്ടേൺ വന്നോളും. നമ്മുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് 84 ആണ്. നമുക്കെന്നാ ജേണി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കിലോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 87 ആണ്. നമ്മളിപ്പോൾ ടോട്ടൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചു. പെട്രോൾ ഇത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്രോൾ റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസിങ് ആയിട്ട് പൊക്കോളും. അങ്ങനെ നമ്മുടെ കിലോമീറ്റർ റീഡിങ് 88 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടോട്ടൽ 4 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതാണ് പെട്രോളിന്റെ അളവ്. പെട്രോൾ ഇത്രയും തീർന്നെന്ന് വെച്ച് കുഴപ്പമില്ല. പെട്രോൾ റിട്ടേൺ വരുന്നുണ്ട്, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്രോൾ ഏകദേശം തീരാറായി വരുന്നുണ്ട്. റിട്ടേൺ വരുന്ന പെട്രോൾ അപ്പം വലിച്ചെടുക്കുന്ന അവസ്ഥയിലോട്ടായിട്ടുണ്ട്. നമ്മുടെ കിലോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 89 ആണ്. അങ്ങനെ നമ്മൾ മൊത്തം 5 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും പെട്രോൾ വലിച്ചെടുക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 90 ആയി. അപ്പോൾ നമ്മൾ 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ പെട്രോൾ കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുപ്പി ചുരുങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുപ്പി ചുരുങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇൻലെറ്റ് ഹോസ് അങ്ങ് വിടിച്ചിട്ടു. ഇനി നമ്മൾ കാർബറേറ്ററിലെ പെട്രോളിലാണ് ഓടുന്നത്. ഇപ്പോഴത്തെ കിലോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 91 ആണ്. അപ്പോൾ നമ്മൾ മൊത്തം 7 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ കാർബറേറ്ററിലെ പെട്രോളിൽ അധികം ഓടിയില്ല. 100 മീറ്റർ ഓടിയപ്പോഴേക്കും വണ്ടി ഓഫായി, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഈ വാഹനം 500 ml പെട്രോളിൽ 7 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. അപ്പോൾ 1 ലിറ്റർ പെട്രോളിൽ 14 കിലോമീറ്റർ ഈ മാരുതി 800 കാർബറേറ്റർ സഞ്ചരിക്കും.